ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒത്തിരി ഗ്രേവി ഒന്നുമില്ല, ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ നന്നായി വാഷാക്കി എടുത്തതാണ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചില്ലി ചിക്കൻ പീസാക്കി കട്ടാക്കി മേടിച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മസാല പുരട്ടി വെക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി പേസ്റ്റ് ആക്കിയതാണ്, അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സോയാ സോസ് കൂടി വേണം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് ആദ്യം ഫ്രൈ ആക്കിയാണ് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് മസാല പുരട്ടി വെക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് വരട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് കോൺഫ്ലോർ കൂടി ചേർത്തത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല ക്രിസ്പി ആയിരിക്കും. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി കഴിക്കുമ്പോഴും കോൺഫ്ലോർ ചേർത്താൽ ഒരു പ്രത്യേക സ്വാദ് തന്നെ ചിക്കൻ ഉണ്ടാകും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ നന്നായി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വശവും നന്നായി ഒന്ന് മൂത്തിട്ട് വരട്ടെ. ഇപ്പോൾ 2 വശവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. ഇതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. പിന്നെ ചിക്കൻ വാഷാക്കുന്ന ടൈമിന് ക്ലിയർ വാട്ടറിൽ 2-3 തവണ ഒന്ന് വാഷാക്കിയ ശേഷം ഒരു 2 മിനിറ്റ് കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് 2 മിനിറ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് വേണം നമ്മൾ ചിക്കൻ വാഷാക്കി എടുക്കാനുള്ളത്. ഇപ്പോൾ ചിക്കൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. വലിയൊരു പാനാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു. ഇതൊരു ചെറിയ പാൻ ആയതുകൊണ്ട് നമുക്ക് 3-4 സ്റ്റെപ്പ് വെച്ചിട്ടേ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുമല്ല, നമുക്ക് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ വീതം ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് ഫ്രൈ ആക്കാം. ഇപ്പോൾ 2 വശവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഈസിയായി തന്നെ നമുക്ക് എല്ലാവർക്കും ചില്ലി ചിക്കനൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഹോട്ടലിൽ പോയി കഴിക്കണമെന്നൊന്നുമില്ല. ഇത്രയും ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ബാക്കിയുള്ള ചിക്കന് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം.
ചിക്കൻ മൊത്തം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് സോസ് വേണം. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്. ചില്ലി സോസ് ഗ്രീൻ കളറായാലും റെഡ് കളറായാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് ഒരു ഒണിയനും പിന്നെ 2 ക്യാപ്സിക്കവും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസിൽ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. ടൊമാറ്റോ സോസ് ഇച്ചിരി കൂടി തന്നെ നിൽക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കവും ഒണിയനും ഒരുപാടങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ കൂടി വേണം. ഞാനിവിടെ 1 ഗ്ലാസ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കോൺഫ്ലോർ എടുക്കാം. ഇത് നന്നായി ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3-4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള സോസിലൊക്കെ ഉപ്പുള്ളതാണ്, പ്രത്യേകിച്ചും സോയാ സോസിൽ. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം തുറന്ന് വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഈ കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.